ലോക ചെസ് ചാമ്പ്യൻ ഗൂഗേഷ് എല്ലാവർക്കും പ്രിയപ്പെട്ട കായിക താരമാണ്. ഗൂഗേഷിനെ എല്ലാവരും പ്രശംസിക്കുന്നു. ഗൂഗേഷിൻ്റെ നേട്ടം ചരിത്ര വിജയമാണ് എന്ന് പറയുമ്പോൾ ഗൂഗേഷിൻ്റെ പേര് വിവാദങ്ങളിലേക്ക് കൂടി വരികയാണ്. ഗൂഗേഷിന് വലിയ പ്രശംസ ലഭിക്കുമ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമനെ ചിലർ വിമർശിക്കുന്നു. അങ്ങനെയാണ് ഗൂഗേഷും വിവാദത്തിലാകുന്നത്. ഗൂഗേഷിൻ്റെ സമ്മാനത്തുകയുടെ വലിയൊരു ഭാഗം നികുതിയായി പോകും എന്നതാണ് വാസ്തവം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 11.45 കോടി രൂപയാണ് ഗൂഗേഷ് നേടിയത്. എന്നാൽ ഇതിൽ നിന്ന് 4.67 കോടി രൂപ നികുതിയായി അടയ്ക്കണം. ഇന്ത്യയിൽ ഈ ആദായ നികുതി ഇത്രയും വരുമാനമുള്ളവർക്ക് 30%. അതുകൂടാതെ 5 കോടി രൂപയിൽ കൂടുതൽ വരുമാനമുള്ള വ്യക്തികൾ 4% ആരോഗ്യ വിദ്യാഭ്യാസ സെസ് നൽകണം. 37% വരെ സർചാർജുമുണ്ട്. അതിൻ്റെ ഫലമായി ഗൂഗേഷിൻ്റെ സമ്മാനത്തുക ഗണ്യമായി കുറയും. ഇത് നികുതി സമ്പ്രദായത്തിനെതിരെ ഒരു വിമർശനമായാണ് ചിലർ കാണുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമനെ വിമർശിക്കുമ്പോൾ ഈ സമ്പ്രദായത്തെ കൂടിയാണ് ആളുകൾ വിമർശിക്കുന്നത്. ഒരാൾ സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെ കുറിക്കുന്നു: ഗൂഗേഷ് തൻ്റെ ട്രോഫിയുടെ ഒരു പകുതി കൂടി നികുതി വകുപ്പിന് കൊടുക്കേണ്ടി വരുമോ എന്നാണ് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നികുതി വകുപ്പാണ് ഇവിടെ യഥാർത്ഥ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് ഒരാൾ കുറിക്കുന്നു. നികുതി വകുപ്പിൻ്റെ ഒരു ചെസ് ഗെയിം കണ്ടോ എന്ന് മറ്റൊരാൾ പരിഹസിക്കുന്നു. കാരണം സമ്മാനത്തിൻ്റെ, ശമ്പളത്തിൻ്റെ, ലാഭത്തിൻ്റെയൊക്കെ ഒരു പങ്ക് ഇങ്ങനെ അന്യായമായി എടുക്കുന്നുവെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പലതരം പോസ്റ്റുകളിൽ ആക്ഷേപങ്ങൾ നിറയുകയാണ്. നികുതി വകുപ്പ് ഒന്നും കളിക്കാതെ ഇവിടെ ഗെയിം വിജയിച്ചു എന്ന് മറ്റൊരാൾ പരിഹസിക്കുന്നു. എന്നാൽ താൻ നൽകേണ്ടി വരുന്ന ഈ ഭാരിച്ച നികുതിയെക്കുറിച്ച് ഗൂഗേഷ് ഒന്നും മിണ്ടിയിട്ടില്ല. ഒന്നും മിണ്ടാതിരുന്നാലും ഇന്ത്യയിൽ വിവാദങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ടേക്കാം. ഏതായാലും ഗൂഗേഷ് നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. നികുതി എന്നത് നമ്മുടെ നാടിൻ്റെ ഒരു സമ്പ്രദായമാണ്. ആ നികുതി പാവപ്പെട്ടവനും സാധാരണക്കാരനും പ്രയോജനപ്പെടും എന്ന് ഗൂഗേഷിന് ആശ്വസിക്കാം. നമുക്കും